കണ്ണൂർ ജില്ലയിലുള്ള ചെറുക്കൽ കടലായി എന്ന ക്ഷേത്രത്തിലാണ്. അതിപുരാതന കാലം മുതലേ ഉള്ള ഒരു പുണ്യക്ഷേത്രമാണ് ചെറുക്കൽ കടലായി. ദ്വാപരയുഗം മുതൽ കലിയുഗം വരെ ഭഗവാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ദ്വാപരയുഗത്തിൽ സത്യഭാമ ഭഗവാൻ കൃഷ്ണനെ വെച്ച് പൂജിച്ചു എന്ന് വിശ്വസിക്കുന്ന വിഗ്രഹമാണ് ഇവിടുത്തെ ഭഗവാൻ. ഇനി നമുക്ക് ക്ഷേത്ര കാഴ്ച മുന്നോട്ട് പോയി കാണാം. കടലായി കൃഷ്ണനെ അറിയാത്ത പേർ വളരെ ചുരുക്കമാണ്. കേരളം മുഴുവൻ കണ്ണൂർ ജില്ലയിലുള്ള ഈ കടലായി കൃഷ്ണനെ എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ പോലെ അത്രയധികം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാമൂർത്തിയാണ് ഇവിടെ വസിക്കുന്നതെന്നറിയുക. അത്രയും പ്രധാനപ്പെട്ട ഒരു പുണ്യക്ഷേത്രമാണ് ഇവിടെയുള്ളത്. ഞാൻ മെല്ലെ നടന്നു നീങ്ങുകയാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശം ഞാൻ എത്തിക്കഴിഞ്ഞു. അതാ അവിടെ ശ്രീകോവിൽ നട തുറന്നിരിക്കുകയാണ്. ഞാൻ ആ കവാടത്തിൻ്റെ മുന്നിലേക്ക് നിന്നു നോക്കി. പിന്നീട് നാം ഭഗവാന്റെ ചുറ്റും ഒന്ന് വീക്ഷിച്ചു നോക്കി. ധാരാളം ജനങ്ങൾ ഇവിടെ വരാറുണ്ട്. ഞാൻ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭഗവാനെ നേരിട്ട് കാണാൻ വേണ്ടി. ഒരു ത്രിസന്ധ്യക്കായിരുന്നു ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നത്. നട തുറന്നിരിക്കുന്നു, പക്ഷേ ദീപാരാധനയ്ക്ക് സമയം ആകുന്നേയുള്ളൂ. ആളുകൾ ഭഗവാനെ കാണാൻ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. കുറേ പേർ ഭഗവാനെ തൊഴുത് ശ്രീകോവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ കുറച്ചു സമയം ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കി. ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെ. ധാരാളം ജനങ്ങൾ വീണ്ടും വീണ്ടും ഭഗവാനെ കാണാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ ഒരു വലിയ ഒരു പാത്രം നിറയെ മഞ്ചാടിക്കുരു നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ മഞ്ചാടിക്കുരുകൾ കുഞ്ഞു കുട്ടികൾ അവിടുന്ന് കയ്യിൽ വാരി കണ്ണൻ ചെയ്യുന്ന പോലെ കളിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ മഞ്ചാടിക്കുരു ഒരുപാട് ഇഷ്ടമാണ്. അത്രയും മഞ്ചാടിക്കുരു ശേഖരിച്ചെടുക്കാൻ വേണ്ടി എത്രയധികം കഷ്ടപ്പെട്ട് കാണും. ഭഗവാന്റെ ഓർമ്മക്കായി ആ മഞ്ചാടിക്കുരു കുഞ്ഞുങ്ങൾ അവിടെ നിന്നെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. സമയം ഏറെ കഴിഞ്ഞിരിക്കുന്നു. ശ്രീകോവിൽ നട തുറക്കാൻ സമയമായി എന്ന് തോന്നുന്നു. നട തുറക്കുന്നിടയിൽ ഒന്ന് ക്ഷേത്രം മുഴുവനും പ്രദക്ഷിണം വെക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മെല്ലെ മുന്നോട്ട് നടക്കുകയാണ്. ക്ഷേത്ര നട തുറക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രദക്ഷിണം വെച്ച് വരാം എന്ന് ഞാൻ കരുതി. അതുമാത്രമല്ല ലക്ഷ്യം, ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള കാഴ്ചകളും കാണാം എന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് മുന്നോട്ട് ഞാൻ നടക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഒരിക്കൽ കൂടി ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ഒന്ന് വീക്ഷിച്ചു. തുറന്നിട്ടില്ല, തുറക്കാൻ പോകുന്നത്രയുള്ളൂ. വലിയൊരു കൊടിമരമാണ് ഇവിടെ കാണുന്നത്. വലിയൊരു നടപ്പന്തലും ചുറ്റും കാണാം. കൊടിമരത്തിന് ചുറ്റും വലിയ ഒരു സ്റ്റീലിൻ്റെ കമ്പിവേലി പോലെ കെട്ടിയിരിക്കുന്നത് കാണാം. ഞാൻ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കി. അതിസുന്ദരമായ ക്ഷേത്രം തന്നെ. ചുമരിൻ്റെ മുകളിൽ ധാരാളം ഫോട്ടോകൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കാണാം. അതിപുരാതന കാലം മുതലേയുള്ള ഫോട്ടോകളാണ് എന്ന് തോന്നുന്നു. ധാരാളം മുറികളുണ്ട് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനടുത്ത് തന്നെ. അതിപുരാതനമായ കാലത്തെ ഉള്ള ഫോട്ടോകളാണ്. ആരൊക്കെയോ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ധാരാളം പേർ ക്ഷേത്രത്തിലെ നട തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് വലിയ ഒരു രാജാവിനെ തന്നെയാണ്. ഇന്ന്
രാജ്യം ഭരിക്കുന്നത് രാജാക്കന്മാരാണെങ്കിൽ ഇന്ന് രാജാവായി ഇന്ന് വാഴേണ്ട ആള് തന്നെയാണ്. ക്ഷേത്രനട തുറക്കുകയാണ്. ഇനി അതിനുശേഷമാവാം ക്ഷേത്രപ്രദക്ഷിണം ചെയ്യാൻ എന്ന് ഞാൻ വിചാരിച്ചു. എന്താ അങ്ങോട്ട് പേര്? രവീന്ദ്രവർമ്മ രാജ. രാജ ചെർക്കൽ കോവിലകത്തിന്റെ? ഞാൻ ചെർക്കൽ കോവിലകത്തെ വലിയ രാജാവാണ്. വലിയ രാജാവാണ് അല്ലേ? വലിയ രാജാവ് എന്നുള്ള നിലയിൽ ചെർക്കൽ കോവിലകത്തെ പഴയ അമ്പലങ്ങള് അത് ഇപ്പോഴ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ ചെർക്കൽ കോവിലകം ദേവസ്വം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പാക്കി മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. 38 ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളുടെ പാരമ്പര്യ ട്രസ്റ്റിയാണ് ഞാൻ ചെർക്കൽ വലിയ രാജാവ്. ഇപ്പം ശരിക്കും ഇപ്പോൾ രാജഭരണം ഉണ്ടെങ്കിൽ അങ്ങ് തന്നെ ആയിരിക്കും രാജാവ് അല്ലേ? അതെ. രാജഭരണം പോയത് 1799. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാട്ടുരാജ്യങ്ങൾ ഇവിടുത്തെ ഏറ്റെടുത്തപ്പോൾ നമ്മുടെ രാജ്യവും ഏറ്റെടുത്തു. കോടശ്ശേരി രാജവംശം അല്ലെങ്കിൽ ചെർക്കൽ രാജവംശം എന്ന് പറയുന്നത് ആ രാജാവിൻ്റെ രാജ്യവും ഏറ്റെടുത്തു. അങ്ങനെ രാജഭരണം ഒരു 200 കൊല്ലം മുമ്പ് പോയി. പിന്നെ അങ്ങക്ക് എത്ര വയസ്സായി? 87. അതെ. ബ്രിട്ടീഷുകാരുടെ കാലങ്ങളിലെല്ലാം അങ്ങ് കാണുന്നുണ്ടാവും അല്ലേ? അതെ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിൽ അല്ലേ അങ്ങ്? ഞാൻ പഠിക്കുന്ന 13 വയസ്സായിരുന്നു ആ സമയത്ത് അല്ലേ? അതെ അതെ. പിന്നെ എവിടെയാ വീട് വരിക? ഇല്ലം വരിക എവിടെയാ? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. വലിയ ചെറുക്കൽ ചെറ എന്ന് പറഞ്ഞ ചെറുക്കൽ കോവിലകങ്ങളൊക്കെ അതിന്റെ ചുറ്റുമായിട്ടാണ്. വളരെ അടുത്തല്ലേ? പിന്നെ നമുക്ക് അറിയേണ്ടത് ചെർക്കൽ കടലായി രണ്ടാമത് ഇതിനെപ്പറ്റിയുള്ള കഥ ഞാൻ പറയാം. കേൾക്കുക. അതായത് ഈ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞ ഈ ക്ഷേത്രം ഏറ്റവും പുരാതനം, ഏറ്റവും പരിപാവനം ആയിട്ടുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് സാധാരണ ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നാണ് ഈ ക്ഷേത്രം പറയപ്പെടുന്നത്. പ്രശസ്തവും പ്രസിദ്ധിയും ഉള്ള ക്ഷേത്രമാണ്, പരിപാവനത്വം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അതാണ് ഏറ്റവും ഒരു ക്ഷേത്രങ്ങൾക്ക് ഐതിഹ്യം ഉണ്ടാവുക. അതുപോലത്തെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അതായത് ദ്വാപരയുഗത്തില് ദ്വാരകയിലെ സത്യഭാമ തൻ്റെ കൊട്ടാരത്തിൽ, ശ്രീകൃഷ്ണഭക്തിയായ സത്യഭാമ തൻ്റെ കൊട്ടാരത്തിൽ പൂജാമുറിയിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് പൂജിക്കുകയാണ്. അപ്പോഴാണ് ഭർത്താവായിട്ട് ശ്രീകൃഷ്ണൻ അവിടെ പോകുന്നത്. അപ്പോൾ ആ ഭർത്താവിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാൻ താമസിച്ചു. കാരണം അവർ പൂജ ചെയ്യുക, അതായത് ശ്രീകൃഷ്ണത്തിനെ പൂജിക്കുന്ന വിഗ്രഹം. അപ്പൊ കുറച്ച് താമസിച്ചു പുറത്തു വരാൻ. അപ്പൊ ശ്രീകൃഷ്ണൻ ദേഷ്യം കഥ. അദ്ദേഹം ഞാനിങ്ങനെ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്തിനാണ് എൻ്റെ വിഗ്രഹത്തിനെ പൂജിച്ചിട്ട് എന്നെ മറന്നുപോകും, ദേഷ്യം. അദ്ദേഹം കാലം ആ വിഗ്രഹം ചവിട്ടി തെറിപ്പിച്ചു. അത് ദ്വാരകയുടെ അടുത്തുള്ള കടലിൽ പോയി വീണു. അപ്പോഴതിൻ്റെ വലത്തെ കൈ അറ്റുപോയി. ആ വിഗ്രഹം ഒഴുകി സമുദ്രത്തിലൊഴുകി കണ്ണൂര് കടലെത്തി. ആ വിഗ്രഹം ഒരു മുക്കുവന് കിട്ടി. ആ മുക്കുവന് അറിയാൻ ആളാണ്, അപൂർവമായിട്ട് എന്ത് കിട്ടിയാലും രാജാവിന് കൊടുക്കണം എന്നുള്ള ഇത് വെച്ചിട്ട് ആ വിഗ്രഹം അദ്ദേഹം അയാളെ അന്ന് വളഭൻ എന്ന് പറഞ്ഞിട്ട് കോലത്തി രാജവംശത്തെ മൂഷ്യ രാജവംശത്തില് വംശത്തിന്റെ കാവ്യത്തിന് പേരുണ്ട്. കോലത്തി രാജാവെന്നും പറയാം, മൂഷിക രാജാവെന്നും പറയാം. വളഭൻ എന്നുള്ള ഒരു രാജാവാണ്
ആ രാജ്യം ഭരിച്ചു. രാജ്യത്യം ഭരിച്ചത്. അന്ന് അദ്ദേഹത്തെ കടലായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സ്ഥലം അതായത് കണ്ണൂരിൻ്റെ തെക്ക് ഭാഗം കടലായി എന്ന് പറഞ്ഞൊരു ഗ്രാമം. അതെ അതെ. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു കോട്ട പണി വരുന്നത്, അവിടെ ഒരു ക്ഷേത്രം പണി വരുന്നത്, അവിടെ ഒരു വിഗ്രഹം കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുക. അപ്പോഴാണ് ഈ മുക്കുവൻ ഈ വിഗ്രഹം കൊണ്ട് കൊടുക്കുന്നത്. മനോഹരമായ വിഗ്രഹം അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ അംഗഭംഗം കൊണ്ട വിഗ്രഹം എന്ത് ചെയ്യും? പ്രതിഷ്ഠിക്കാൻ വിഷം. അപ്പം അദ്ദേഹം പ്രശ്നക്കാരെ വിളിച്ചു. പ്രശ്നം വെച്ചപ്പോഴാണ് അവരാണ് ഇത് പറഞ്ഞത്, ഇത് അപൂർവമായ വിഗ്രഹമാണ്, അത് ദിവ്യമായ വിഗ്രഹമാണ്, ഈ വിഗ്രഹം തന്നെ പ്രതിഷ്ഠിക്കണം, ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ട് കടലായത്, അതായത് സ്ഥലം വേറെ, അവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഇത് കടലായി കൃഷ്ണനെ അറിയാൻ കാരണം. കടലായി കൃഷ്ണൻ അറിയാൻ കാരണം കടലായിലായിരുന്നു ഈ ക്ഷേത്രം. പിന്നെ 1000 കൊല്ലം മുമ്പായത്. അപ്പൊ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാലത്തിന്റെ എന്താണ് ആ ഇതും കുത്തിയൊഴുക്കലും ടിപ്പുവിന്റെ പടയോട്ടും ഒക്കെ കൂടെ വന്നപ്പോൾ ആ ക്ഷേത്രം നശിച്ചുപോയി. അപ്പം ആ ഒരടുത്തുള്ള വാർഡുടെ വീട്ടിൽ ഈ മൂലബിംബം വെച്ചു. ശിവരി വിഗ്രഹം ശാന്തിക്കാരനായ ഒരാളുടെ ഇല്ലത്ത് നോക്കി. പിന്നെ ഒരു നൂറ്റാണ്ടിലധികം കഴിഞ്ഞിട്ടാണ്, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 1828 ആണ് ഇവിടെ സ്ഥലം കണ്ട്. അന്ന് വെച്ചാൽ കൗലകം ഇവിടെ അടുത്താണ്. അപ്പൊ ചിറക്കൽ സ്ഥലം കണ്ടിട്ട് ചിറക്കൽ ഒരു ക്ഷേത്രം പണിത് ആ വിഗ്രഹം തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ടാണ് ഇന്നത് ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് അറിയാൻ കാരണം. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നുണ്ടെങ്കിലും കടലായി സ്ഥലം വേറെയാണ്. ആ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഇന്നതിന് ആദ്യ കടലായി എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ആദ്യം ഈ കടലായി എവിടെയായിരുന്നു? അതുകൊണ്ട് ഇപ്പൊ ആദ്യ കടലായി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആദ്യ കടലായി എന്ന് പറയാൻ കാരണം ഇപ്പൊ കടലായി എന്ന് പറയുന്നത് ഇവിടെയായി. ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം നിർത്തി കടലായി കൃഷ്ണൻ എന്ന് പറയാൻ കാരണം ഇത് കടലായി കൃഷ്ണനാണ്, അവിടെ ആയിരുന്നു, ഇപ്പം ഇവിടെ ആണ്. ഇതാണ് കടലായി കൃഷ്ണന്റെ കഥ. അതുകൊണ്ടാണ് ഇന്നും വലത്ത് കൈ ഇല്ല, മുറിഞ്ഞില്ല. പക്ഷേ ഒരു എല്ലാ പ്രശ്നക്കാരും, ഏറ്റവും വലിയ വലിയ പ്രശ്നക്കാരും കൈവെക്ക് വൈദികം വരെ വന്നത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ വിഗ്രഹം മാറ്റാൻ പാടില്ല. അതേ വിഗ്രഹം. അതുകൊണ്ടാണ് കടലായിക്ക് 100 കൊല്ലം 200 കൊല്ലത്തെ 150 കൊല്ലത്തെ പഴക്കം 190 കൊല്ലത്തെ പഴക്കം. പക്ഷേ കടലായി കൃഷ്ണനെ ഇവിടുത്തെ വിഗ്രഹത്തിന് 1000 കൊല്ലത്തെ പഴക്കമുണ്ട്. അതാണ് അതിൻ്റെ ശ്രേഷ്ഠത, അതാണ് അതിൻ്റെ ദിവ്യ പരിഭവൻ. അപ്പം ആ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കടലായി ശ്രീകൃഷ്ണ ഈ ഒരു കഥയെ കേട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാവരും പറഞ്ഞ് എല്ലാവരും ചരിത്രം എന്ന് പറയാൻ പാടില്ല, ഐതിഹ്യമായിട്ടുള്ള ഈ കഥയെ പറഞ്ഞിട്ട് വേറെ ഒരു കഥയും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് കഥകൾ ധാരാളം അറിയാം, പക്ഷേ ഞാൻ കേട്ട കഥയാണ് മധുരകം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീട് കണ്ടു എന്നൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു കഥയില്ല. ആ ക്ഷേത്ര വിഗ്രഹം വന്നതിൻ്റെ ഇത് നിങ്ങൾ പറഞ്ഞ പോലുള്ള വളവനെ കൃത്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇത് ക്ഷേത്രത്തിൽ തൊട്ടപ്പുറം ഒരു ശിവക്ഷേത്രം ഉണ്ടല്ലോ. അപ്പോൾ അത് അവിടെ ചെർക്കൽ കോവിലത്തെ കിരീടവും ചെങ്കോലൊക്കെ വെച്ച് പൂജിക്കുന്ന സ്ഥലമായിരുന്നു പറഞ്ഞു മുമ്പിട്ട്. തൊട്ടപ്പുറം ശിവക്ഷേത്രമില്ല, അവിടുത്തെ ഐതിഹ്യം അങ്ങക്ക് അറിയാം? അവിടുത്തെ ഐതിഹ്യം പറയാനൊന്നുമില്ല. ആ ശിവക്ഷേത്രം കോട്ടയിലെ ശിവൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വളവട്ടത്തൊരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയിലായിരുന്നു ഈ ശിവൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോഴെന്താണ് അതിൻ്റെ അടുത്ത് തന്നെ കോട്ടയുടെ അടുത്ത് തന്നെ കളരുവാതുക്കൽ എന്ന് പറഞ്ഞൊരു ദേവി കളി. അപ്പം അവിടുന്ന് പൂരോത്സവ സമയത്ത് ഒരു എതിരേറ്റ് വരുന്നത് കോട്ടയിലെ ശിവനെ കാണാം. അന്ന് അവിടെ ഉണ്ടായിരുന്നു, ഇന്ന് അച്ഛൻ ഇവിടെയാണ്. അതുകൊണ്ട് കോട്ടയിലെ ശിവൻ, അതായത് ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നത് ഇപ്പൊ രാത്രി 12 മണി 1 മണിക്കാണ് വരിക ഉത്സവ സമയത്ത്. എന്തുകൊണ്ടാച്ചാൽ ആ അച്ഛനെ കണ്ടിട്ട് ഇതാക്കാൻ വേണ്ടി കോട്ട എന്ന് പറഞ്ഞാൽ വളവട്ടം കോട്ടയിലുള്ള ശിവനാണ് ഇന്ന് ശിവക്ഷേത്രം. പിന്നെ ഇവിടുത്തെ കിരീടും ചെങ്കോലൊക്കെ എന്നിട്ട് ഇവിടെ വെച്ച് പൂജിക്കാറുണ്ടായിരുന്നു അല്ലേ? കിരീടും ചെങ്കോലൊക്കെ രാജകൊട്ടാരത്തിലെ കിരീടും ചെങ്കോലൊക്കെ അവിടെ വെച്ചായിരുന്നോ പൂജിക്കാറ്? അങ്ങനെ പഴയ കാര്യമൊന്നും
ഇന്ന് ഞങ്ങൾക്കില്ല. ഇല്ല. ഇല്ല. എല്ലാം ഒന്നും കിളികൾ ചെങ്കോലല്ല. ഒന്ന് ചോദിച്ചാലും 10 കൊല്ലം കൊണ്ട് ചോദിച്ചാലും കിട്ടൂല. അത് കാടുകൾ കിട്ടൂല. അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു ആചാരമുള്ളതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 4 ക്ഷേത്രം കളരുവ മാവായിക്കാവാണ് ഞങ്ങളുടെ പരദേവത. ചെറുവ് നല്ല കളരുവാതിക്കൽ ഭദ്രകാളി ശ്രീകൃഷ്ണൻ. ഇവിടെയൊക്കെ ഞങ്ങൾ അകത്ത് കയറണമെങ്കിൽ, അതായത് ശ്രീകോവിലിന്റെ തൊട്ട് നിൽക്കാൻ മണ്ഡപത്തിന് നിൽക്കാം. പക്ഷേ ഓരോ ആചാരങ്ങളെ. പക്ഷേ ആ അകത്ത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നില്ല. ആ മണ്ഡപത്തിന്റെ പുറത്ത് നിൽക്കും. അകത്തേക്ക് മണ്ഡപത്തിന്റെ അടുത്ത് ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ വാളെടുക്കണം. അങ്ങനെ ഒരു അതാണ് ഞാൻ ചോദിച്ചത്. രാജകീയ അത് ആ വാളെന്നതാണ്. ആ വാള് അവിടെ ഉണ്ടാവും. വാളെടുത്ത് വെച്ചിട്ട് വേണം തൊഴുകാൻ വേണ്ടി. ആ പ്രസാദം തന്നെ മറ്റേ ആദ്യം ചെയ്തിട്ട് പിന്നെയാണ് ശരിക്കുള്ള പ്രസാദം തരിക. അത് നമ്മൾ നടയിൽ നിന്നിട്ട് അത് ചെയ്യുക. അങ്ങുള്ളതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അങ്ങ് ഇല്ലാത്ത കാലത്ത് എന്ത് ചെയ്യും? ആരെന്തെന്നും അറിയോ? ഒന്നും അറിയില്ല. അത് ഞാനേ പറയൂ. അതെങ്ങനെ പറയും? നിങ്ങൾക്ക് ഏത് അറിയും? ഞാനേ പറയും. അതെ. ഇത്രയും കാര്യങ്ങള് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങോട്ട് വായി നമുക്ക് കേൾക്കാൻ സാധിച്ചില്ലേ? അത്രയോ ജന്മങ്ങൾ സുഹൃത്ത് ചെയ്യേണ്ട സാധിക്കുമോ? അത് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ബാക്കി ഇവിടുത്തെ പൂജാരീതികളൊക്കെ എങ്ങനെയാണ്? പൂജകള് ഞങ്ങളുടെ കടവായി ഇന്നത്തെ കടവായി ചീറ്റത്തെ പറ്റി പറയുക. ഏറ്റവും ഞങ്ങൾക്കൊരു അനുഗ്രഹം 2 പൂജാരിമാർ. അത് 2 തറവാട്ട് കല്ലമ്പള്ളിയിലും പട്ടേരിയിലുമാണ് പക്ഷേ പൂജാരി അല്ലേ? ഓരോ മാസം മാറി വരുന്നു. അപ്പം അവര് വളരെ എന്നുവെച്ചാൽ ആത്മാർത്ഥതയും അറിവും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പൂജാരിമാർ ഇന്ന് കാണുന്ന പൂജാരിമാരൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ളവരാണ് പഠിച്ചില്ല. പക്ഷെ ഇവരൊക്കെ പഠിച്ചിട്ട് വേണ്ട പോലെ കർമ്മങ്ങൾ ചെയ്യുന്നവരും ചെയ്യാൻ കഴിവുള്ളവരുമാണ്. അത് അമ്പലത്തിന്റെ ഭാഗ്യം നാട്ടുകാരുടെ ഭാഗ്യം. ഇവിടെ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ശ്രീകോവിലിൽ. അവിടെ അത് വേറൊരു കാര്യം. ഇവിടെ വേറൊരു പ്രതിഷ്ഠ പാടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെയാണ് ആ ഒരു ഭാവമാണ്. അപ്പം ഒരു ഉപദേവന്മാരും പാടില്ല. ഇവിടുത്തെ തന്ത്രി കാട്ടുമാടോ ഇടത്തമ്പടി മൂട്ടടുത്ത് 2 ഇല്ലക്കാരുണ്ട്. അവർ ഓരോ കൊല്ലും മാടും കാട്ടുമാടും ഇത് നടത്താൻ. പൂജാ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും? ജനക്ക് വരേണ്ട ഒരു സമയം ഉണ്ടല്ലോ, പൂജാ സമയം. രാവിലെ നേരത്തെ 5 മണിക്ക് തുറക്കും. ആദ്യത്തെ അടക്കുന്നത് ഉച്ചപൂജ രാത്രിത്തെ പൂജ അല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വഴിപാട് എന്താണ് ഭഗവാൻ ഇഷ്ടമുള്ളത്? പാൽപ്പായസം. എന്ത് പാൽപ്പായസവും പറഞ്ഞാൽ നമുക്ക് ഉണ്ണികൃഷ്ണൻ നമുക്ക് ഊഹിക്കാം. പാൽപ്പായസവും വെണ്ണയും അപ്പം നെയ്യപ്പം. ഇത് മലബാർ ദേവസ്ഥത്തിന്റെ കീഴിലല്ലോ. പിന്നെ ഇപ്പൊ ഈ കൊറോണ കാലത്ത് ഇവിടുത്തെ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ വിഷമോ. അപ്പൊ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊന്നും ഒരു ക്ഷേത്രത്തിന് ചെയ്യാൻ പറ്റില്ല. കമ്മിറ്റി അന്നദാനം നടത്തുന്നുണ്ട്. അന്നദാനം വ്യാഴാഴ്ച അന്നദാനം നടത്തും. കോവിഡ് ആയതുകൊണ്ട് ഇല്ലാത്താണ്. അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങി ആദ്യം തുടങ്ങിയ അത് തുടങ്ങിയില്ല. ഇപ്പൊ നിർത്തിവെച്ചിരിക്കുക. അതൊക്കെ അന്നദാനം പരിപാടി അടുത്ത് തന്നെ അത് ഉണ്ടാവും അല്ലേ? ഉണ്ടാവാം. ഭഗവാനെ കോവിഡിന്റെ ഇതിപ്പോ വലിയ ക്ഷേത്രങ്ങൾക്ക് സമ്മതിക്കുന്നില്ല, ആയിട്ടില്ല. കഴിഞ്ഞോ അത് കമ്മിറ്റിക്കാർ ചെയ്യേണ്ടത് അല്ലേ? നല്ലൊരു കമ്മിറ്റി. അതെ. പിന്നെ ഇവിടെ പിന്നെ കഥകളിയും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? കഥകളി കൃഷ്ണാട്ടം ഉത്സവത്തിന് 2 ദിവസം കഥകളി. ഗുരുവായൂർ ദേവനായിട്ട് ഇവിടുത്തെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധം കൃഷ്ണനാണ്. ഞാൻ ഒരു കവിയാണ്. ഞാൻ പറയും എന്താണ്, ഗുരുവായൂർ വാണാൽ ഗുരുവായൂർ കണ്ണൻ, കടലായി വാണാൽ കടലായി കണ്ണൻ, ഉലകിലെല്ലാം വിളങ്ങുന്ന കൃഷ്ണൻ, വീരവാണാലും അവനെന്റെ കൃഷ്ണൻ. ഒരിതല്ലാണ്ട് ഗുരുവായൂരായിട്ട് പ്രത്യേക ബന്ധം അങ്ങനെ പറയാറുണ്ട്. അപ്പം മറ്റ് നമുക്ക് വിശേഷ കാര്യങ്ങൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടുത്തെ ഉത്സവം എപ്പോൾ വരുന്നത്? മകരം 15 തൊട്ട് ഡേറ്റാണ്. മകരം 22 വരെ. എത്ര ദിവസം? അവിടെ 8ാം ദിവസം 6ാം തീയതി അല്ലേ? ആനയുണ്ട് ഇവിടെ? എത്ര ആനയാണ്?
അത് പണ്ട് 6-7 ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഇപ്പം മാറി 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 അല്ലേ? പിന്നെ അന്നും അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഉത്സവ സമയത്ത് അന്നദാനം ഉണ്ടോ? അങ്ങനെ ഇതുപോലെ അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല. അന്നദാനം ഉണ്ടായിരുന്നു. ഇപ്പം കുറെ ഉത്സവത്തിൽ ജീവനക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ധാരാളം ഇവിടെ കല്യാണം നടക്കാറുണ്ടല്ലേ? ഉണ്ട്, ധാരാളം. ധാരാളം കല്യാണത്തിന് വളരെ ഇതായിട്ടുള്ള സ്ഥലമായിട്ട് ദൂരത്തു തന്നെ ആൾക്കാർ നടക്കുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഈ ദേശത്തിലും തീർച്ചയായിട്ടും എല്ലാവർക്കും തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാലത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചല്ലോ. തീർച്ചയായിട്ടും ആ ഭഗവാന്റെ അനുഗ്രഹം ഈ നാട്ടിലുണ്ടാവുന്നുണ്ട് കാര്യം ഒരു സംശയമില്ല. നമ്മൾ ആഗ്രഹം അത് തന്നെയാണ്. കാരണം ഭഗവാന് അങ്ങോട്ട് അനുഗ്രഹം കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ, അതുപോലെ ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. ഗോവിന്ദ ഹരേ മുകുന്ദ നാരായണാദിൻ തിരുനാമമെല്ലാം കീർത്തിക്കുമെൻ്റെ ദുരിതങ്ങളെല്ലാം തീർത്തീര വേണം കടലായി നാഥ. കടലായി കൃഷ്ണ ശരണം. അങ്ങോട്ട് പേര് ഒരിക്കും കൂടി അങ്ങോട്ട് പേര് പറയണം. അങ്ങോട്ട് പേര് ഒരിക്കും കൂടി പറയണം. എൻ്റെ രവീന്ദ്രവർമ്മ വലിയ രാജ ചിറക്കൽ കോവിലകം. രവീന്ദ്രവർമ്മ വലിയ രാജ ചിറക്കൽ കോവിലകം. മതി, സന്തോഷമായി ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചതിന് കേട്ടോ. നമസ്തേ. 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 അങ്ങനെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രങ്ങളും വന്ന വഴികളും ഇവിടുത്തെ പ്രതിഷ്ഠാ രീതികളും ഒക്കെ ഇവിടുത്തെ നൈവേദ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ രാജാവിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചതിന് അതിയായ സന്തോഷം. ഞാൻ നേരത്തെ വാക്കി വച്ചിരിക്കുന്ന പ്രദക്ഷിണം പൂർത്തീകരിക്കാം എന്ന് ഞാൻ കരുതി. കടലായി കൃഷ്ണന്റെ കിഴക്കൻ നടയിൽ നിന്ന് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഞാൻ ഈ കിഴക്കൻ നടയിൽ ഒന്ന് വീക്ഷിച്ചു നോക്കി. ഇതാണ് കിഴക്കേ നട. ഞാൻ വീണ്ടും ക്ഷേത്ര പ്രദർശനം ചെയ്യാം എന്ന് കരുതി മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഒരുപാട് ചുമർചിത്രങ്ങൾ ഇവിടെ കാണാം. ഭഗവാന്റെ 10 അവതാരങ്ങളെപ്പറ്റി പറയുന്ന വലിയൊരു ചുമർ ചിത്രം. അതിൻ്റെ കൂടെ ഭഗവാന്റെ ഓരോ ലീലകളുടെയും ഐതിഹ്യങ്ങളുടെയും ചിത്രങ്ങൾ ഇവിടെ കാണാം. ഞാൻ ചുറ്റും കണ്ണോടിച്ചു നോക്കി. അതിസുന്ദരമായ ഒരു ചുമർ ചിത്രം തന്നെ. ഞാൻ ഇപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്താണ്. ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. ഞാൻ ക്ഷേത്രത്തിന് ചുറ്റും നോക്കി. വലിയ ഒരു നടപ്പന്തൽ. ആ നടപ്പന്തലിലേക്കൂടി ഞാൻ മുന്നോട്ട് നടന്നു. അവിടെയാണ് ക്ഷേത്ര വഴിപാടിൻ്റെ കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. നേരെ മുന്നിൽ തന്നെ ഉണ്ണി ഗണപതി കൃഷ്ണനുമായി കളിക്കുന്ന ഒരു ചിത്രം കാണാം. ഞാൻ ആ കൗതുകം കണ്ടപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് പോയി. ചുറ്റും ഞാൻ വീക്ഷിച്ചു. കുട്ടികൾ മാത്രമല്ല, വലിയ മുതിർന്നവരും മഞ്ചാടിക്കുരു കൊണ്ട് വാരി കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ക്ഷേത്ര കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ വഴിപാടുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് റെസീറ്റ് മുറിച്ച് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതാണ്. ഇവിടെ വലിയൊരു ബോർഡ് കാണാം. ക്ഷേത്രത്തിലെ വഴിപാടുകളെപ്പറ്റി എഴുതി വച്ചിരിക്കുന്നതാണ് ഈ ബോർഡുകളിൽ കാണുന്നത്. ഞാൻ വീണ്ടും ഉണ്ണി ഗണപതിയെയും ശ്രീകൃഷ്ണൻ കളിക്കുന്നതുമായി കാണാൻ മുകളിലേക്ക് കയറിപ്പോയി. അതിസുന്ദരമായ ഒരു ചുമർ ചിത്രം. ഇന്ന് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ചുമർ ചിത്രങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വരക്കുവാൻ അതിനു പറ്റിയ ആളുകളും കുറവാണ്. എങ്കിലും ഇപ്പോൾ പുതിയ പുതിയ തലമുറകൾ നല്ല ചിത്രങ്ങൾ വരച്ച് മുന്നോട്ട് വരുന്നത് കാണാം. പഴയ കാലഘട്ടങ്ങളിൽ എത്തിയ ഒരു അനുഭൂതിയായിരുന്നു ഈ ചുമർ ചിത്രങ്ങൾ കാണുമ്പോൾ.
ഞാൻ വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് നടന്നു നീങ്ങി. ക്ഷേത്രത്തിലെ ഉള്ളിലെ കാഴ്ച ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആ കാഴ്ചകൾ മുഴുവൻ ഈ ക്യാമറയിൽ ഒപ്പിയെടുത്തു. ഇവിടുത്തെ ശ്രീകൃഷ്ണന്റെ പ്രതിമയുടെ വരച്ചു വെച്ചിരിക്കുന്നത് കാണാം. അതിസുന്ദരമായ ഒരു ചിത്രം. ഞാൻ വീണ്ടും ഭഗവാനെ ഒന്ന് തൊഴുതു നീങ്ങി. ക്ഷേത്രത്തിലെ കാഴ്ച കണ്ടു ഞാൻ പുറത്തെ കാഴ്ച കാണാം എന്ന് കരുതി ഞാൻ ഇവിടുന്ന് പിൻവാങ്ങുകയാണ്. ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ മുൻവശം പടിഞ്ഞാറ് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. വലിയ രാജാവിനെ ഇന്റർവ്യൂ ചെയ്യുവാൻ എനിക്ക് സാധിച്ചപ്പോൾ അതിയായ സന്തോഷമായിരുന്നു എനിക്ക് ഉണ്ടായത്. അത്രയും വലിയ ഒരു മഹത് വ്യക്തിയെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടുകിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പഴയകാല ചരിത്രങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് അറിയാം. ഇനി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാനുള്ളത് ചെറുന്ന് അന്നപൂർണേശ്വരി ഭഗവതിയുടെ കഥയാണ്. അതിനുശേഷം നമുക്ക് മാടായിക്കാവിലെ ഭഗവതിയുടെ കഥയും കൂടി നമുക്കറിയാം. അദ്ദേഹം അത് വിശദമായി നമുക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ഷേത്ര പരിപാലന സമിതിയുടെ ഒരു ഓഫീസാണ്. ഇവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ധാരാളം കല്യാണം നടക്കാറുണ്ട്. കണ്ണൂർക്കാരുടെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ചിലവർക്കത് മനസ്സിലാവണമെന്നില്ല. മംഗല്യം എന്ന് പറയും. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയ ഒരു അരയാൽ കാണാം. താഴോട്ടേക്ക് ഞാൻ മെല്ലെ നടന്നു ഇറങ്ങി നീങ്ങി. അങ്ങ് ദൂരെയാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. വലിയ ഒരു അരയാൽ മരം തന്നെ. ഞാൻ ഇനി ക്ഷേത്രത്തിൻ്റെ കുളം ഒന്ന് കാണാം എന്ന് കരുതി മുന്നോട്ടേക്ക് യാത്രയായി. അവിടെ തന്നെയാണ് ക്ഷേത്രത്തിലെ ഉദ്യാനവും. ഭഗവാന്റെ ക്ഷേത്രക്കുളത്തിനടുത്ത്. പക്ഷേ ആ ഉദ്യാനത്തിൽ ഇപ്പോൾ പുഷ്പങ്ങളൊന്നുമില്ല. ധാരാളം പുഷ്പങ്ങൾ ഞാൻ ഇതിനു മുമ്പിട്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. മഴക്കാലം ആയതുകൊണ്ടാവാം എല്ലാം അവിടെ നശിച്ചു പോയിരിക്കുന്നു. വീണ്ടും അത് വൃത്തിയാക്കി അവിടെ പുഷ്പങ്ങൾ നട്ടുപിടിപ്പിക്കും എന്ന് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് കേട്ടു. നമുക്ക് ഇനി ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ ഉദ്യാനം കാണാം. ഭഗവാന്റെ മുന്നിൽ ഇതിനു മുമ്പിട്ട് വന്നപ്പോൾ ധാരാളം പുഷ്പങ്ങളുള്ള സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ കുറച്ച് പുഷ്പങ്ങൾ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് അദ്ദേഹം പറയുന്നു കേട്ടു, ക്ഷേത്രത്തിലേക്കുള്ള പുഷ്പങ്ങൾ പുറത്തുനിന്ന് ശേഖരിച്ചു വരികയായിരുന്നു എന്ന്. ഇതാണ് ക്ഷേത്രക്കുളം. അടുത്തു തന്നെ ഈ ഉദ്യാനം ശുദ്ധീകരിച്ച് അവിടെ ഉള്ള ധാരാളം പുഷ്പങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന് പറയുന്നത് കേട്ടു. ശ്രീകൃഷ്ണ പരുന്ത് വീണ്ടും വലം വെച്ച് പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ പരുന്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നതിന് ശേഷം ഭഗവാന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടല്ലോ, ശ്രീകൃഷ്ണ പരുന്ത് വലം വെക്കുകയാണ്. ആ കാഴ്ചയും കണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന്
ഞാൻ മടങ്ങുകയാണ്. ഒരുപാട് അനുഭൂതികൾ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എനിക്കുണ്ടായി. ഇത് ക്ഷേത്ര കോവിലകം ദേവസ്വം ഓഫീസാണ്. ഇവിടെ വൃദ്ധയായ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ കൊളുത്തിവെച്ച ദീപമാണ് ഇന്നും ഇവിടെ കത്തുന്നത്. ഇവിടുന്ന് മറ്റുള്ളവർ കൊടുക്കുന്ന ദക്ഷിണ കൊണ്ടായിരുന്നു ആ അമ്മ ജീവിച്ചു പോയിരുന്നത്. ചെറിയൊരു ചായക്കട അമ്മ അവിടെ നടത്തുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയ ഭക്തജനങ്ങളെ, ഓരോ ക്ഷേത്രങ്ങളിലും നാം ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസത്തോടുകൂടിയാണ് ഓരോ ക്ഷേത്രങ്ങളിലും നമുക്ക് അനുമതി ലഭിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ദേവസ്വത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രമെങ്കിൽ ദേവസ്വത്തിൻ്റെ പ്രത്യേക പെർമിഷനും കാര്യങ്ങളൊക്കെ വേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഞാൻ വളരെ ദൂരത്തുനിന്ന് വരുന്നതാണെന്ന് കണ്ടിട്ടും പിന്നെ എന്നോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും കൊണ്ടും അവർ അതിന് അനുവദിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ഷേത്രവുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യ.